السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. നാം എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. ഭൗതികമായ യാത്ര, തിരികെ മടങ്ങുന്ന യാത്ര. നാം എങ്ങോട്ട് യാത്ര തിരിച്ചാലും തിരിച്ച് എപ്പോൾ വരണം, എങ്ങനെ വരണം, ഏത് ദിവസം വരണം എന്ന് മനസ്സുകൊണ്ടെങ്കിലും തീരുമാനിച്ചിട്ട് പോകുന്ന യാത്ര. പക്ഷേ ചിലപ്പോഴൊക്കെ ആ യാത്ര അന്ത്യയാത്രയായി മാറുകയാണ്. നാം എല്ലാവരും മുസാഫിരീങ്ങളാണ്. ആരും സ്വദേശത്തല്ല ജീവിക്കുന്നത്, വിദേശത്താണ്. നമ്മുടെ സ്വദേശം സ്വർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എത്താൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസാഫിരീങ്ങളായ നമ്മുടെ ജീവിതത്തിനിടയിൽ എവിടെയെങ്കിലും നമ്മുടെ വാഹനമാകുന്ന ശരീരം പഞ്ചറാകും, ചേതനയറ്റ ശരീരമായി മാറും. ഒരുപക്ഷെ ആരാരും കാണപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ഏതോ അധോലോകങ്ങളിലായിരിക്കും നമ്മുടെ ജനാസ ഉണ്ടാവുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പറഞ്ഞു വന്നത്, പരിശുദ്ധമായ റമദാൻ നമ്മുടെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പേ നാം ഒക്കെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. റജബ് മാസത്തിലും ശഅബാനിലും ബറക്കത്ത് നൽകുകയും പരിശുദ്ധമായ റമദാൻ ഞങ്ങളിലേക്ക് എത്തിച്ചു തരികയും ചെയ്യണമേ റഹ്മാനെ. ഒരുപക്ഷെ മറക്കാൻ കഴിയാത്ത, തീരാ ദുഃഖമായി മാറിക്കൊണ്ടിരിക്കുന്ന ബഹുവന്യരായ ഹാഫിദ് മസ്ഊദ് സഖാഫി എല്ലാ സത്യവിശ്വാസികളുടെയും മനസ്സിൽ ഇടം പിടിച്ച നല്ല ഒരു പ്രഭാഷകൻ. അദ്ദേഹമൊക്കെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പ്രഭാഷണങ്ങളിലൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് വബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവേ, ഞങ്ങളിലേക്ക് പരിശുദ്ധമായ റമദാനെ എത്തിച്ചു തരണമേ എന്ന്. പക്ഷേ പരിശുദ്ധമായ റമദാൻ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം യാത്രയാവുകയാണ്. എന്താണ് കാരണം? നാം എല്ലാവരും മുസാഫിരീങ്ങളാണ്. മുസാഫിരീങ്ങളായ നമ്മുടെ ശരീരമാകുന്ന വാഹനം പഞ്ചറാകുന്നത് എവിടെയാണെന്ന് അറിയാൻ കഴിയില്ല. പെട്രോൾ തീരുന്നത്, ഡീസൽ തീരുന്നത് എവിടെയാണെന്നറിയില്ല. എവിടെ തീർന്നാലും അവിടെ നിശ്ചലമാകും. അതുപോലെയാണ് നമ്മുടെ ശരീരം മുന്നോട്ട് പോകുന്നു. റബ്ബിനോട് നമ്മളൊക്കെ ദുആരക്കുന്നു, അത് അത്യാവശ്യമാണ്, വേണം. പക്ഷേ നമ്മുടെ എല്ലാവിധ നിയന്ത്രണങ്ങളും രാജാതിരാജൻ്റെ റബ്ബിൻ്റെ മുമ്പിലാണ്, അവൻ്റെ കയ്യിലാണ്. നമുക്ക് യാതൊരു കഴിവുമില്ല എന്ന് ഞാനും നിങ്ങളും എല്ലാവരും എപ്പോഴും ഓർക്കണം. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. മരണസ്മരണ എപ്പോഴും ഓർക്കണം എന്നോ അല്ല, അധികരിപ്പിക്കണം. അക്സിറൂ, നിങ്ങൾ ദിവസവും ഒരു പ്രാവശ്യമാണ് ഓർക്കുന്നതെങ്കിൽ പോരാ, 2, 3, 4 പ്രാവശ്യം ഓർക്കണം. 10 പ്രാവശ്യമാണ് സ്മരിക്കുന്നതെങ്കിൽ 10 അല്ല 20, 100 പ്രാവശ്യം. ഇങ്ങനെ എത്രയോ പ്രാവശ്യം നിങ്ങൾ മരണത്തെ ഓർക്കണം. കാരണം നമ്മളുടെ ജീവിതത്തിൻ്റെ ഏതോ വഴിത്താരയിൽ ഏതോ സെക്കൻഡുകളിൽ അത് ഭവിക്കും, അത് സംഭവിക്കും. അതിനു മുമ്പ് നമ്മൾ ഓർത്തുകൊണ്ട് നമ്മുടെ ആരാധനകളും ഇബാദത്തുകളും കൃത്യമാക്കണം. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നാം ഈ ദുനിയാവിലുള്ള യാത്രകൾ മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷയിൽ ആ യാത്രയിൽ വേണ്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും സാമ്പത്തികവുമായ മറ്റുള്ള പല കാര്യങ്ങളുമായിട്ടാണ് പോകുക. യാത്രയിൽ എവിടെയും ഒരു ബുദ്ധിമുട്ട് വരരുത്, ഒരു പ്രയാസം വരരുത്.
ഒരു കുഴപ്പവും വരരുത്. സന്തോഷത്തോടെ പോയി സന്തോഷത്തോടെ വരണം. പക്ഷേ ആ യാത്രയല്ല ഈ യാത്ര. ഈ യാത്ര അന്ത്യയാത്രയാണ്. ഈ യാത്ര മടങ്ങി വരാത്ത യാത്രയാണ്. എത്ര വലിയ സുലോരൂപനായി ജീവിച്ചാലും, എത്ര വലിയ കഴിവുള്ളവനായാലും, തൻ്റെ ഇടമുള്ളവനായാലും, എത്ര വലിയ തൻ്റെടിയാണെങ്കിലും മരണം എന്ന് പറയുന്ന മൂന്നക്ഷരത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടവരാണ് നാം ഓരോരുത്തരും. ആ ഒരു ബോധം എപ്പോഴും നമ്മുടെ മുന്നിലുണ്ടായി. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എല്ലാ ശരീരവും മരണത്തെ രുചി നോക്കുമെന്നാ പറഞ്ഞത്. ആ പദപ്രയോഗം വിശാലമായി വിവരിക്കേണ്ട ഒരു വാക്കുകളാണ്. രുചി നോക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നാം കറി അല്ലെങ്കിൽ മറ്റുള്ള ഭക്ഷ്യവസ്തുക്കൾ രുചി നോക്കുമെന്ന് പറഞ്ഞാൽ എന്താണ്? ആ രുചി ആസ്വദിക്കുക എന്നതാണ്. ഇതുപോലെയാണ് മരണം. നമ്മുടെ ശരീരം ആസ്വദിക്കുകയാണ്. പക്ഷേ ആ ആസ്വാദനം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളും, നമ്മുടെ ജീവിതത്തിലെ ആരാധനാ മുറകളും മറ്റുള്ള സർവ്വ കാര്യങ്ങളും വളരെ നല്ലതുപോലെ ശ്രദ്ധിക്കുകയും, വഴക്കിടാനും വക്കാണമിടാനും പ്രശ്നമുണ്ടാക്കാനും അരുതായ്മകൾ ചെയ്യാനും ഏഷണിയും പരദൂഷണത്തിൻ്റെയും പിന്നാലെ പോകാനും നാം മുതിരരുത്. കാരണം അതിലൂടെ ഭവിക്കുന്നത്, അതിലൂടെ ഉണ്ടാകുന്നത് നാം ചെയ്തു തീർത്ത ആരാധനകൾ നഷ്ടപ്പെടലാണ്. അതുകൊണ്ട് നാം എല്ലാവരും വലിയൊരു പാഠമായി മസ്ഊദ് സഖാഫിയുടെ മരണം മുന്നിൽ കാണണം. ഏത് സമയത്തും മരണപ്പെടുന്നതിൻ്റെ തലേ ദിവസം കുണ്ടൂരിൽ വലിയൊരു സമ്മേളനത്തിൽ ദുആരക്കുകയാണ്. വലിയൊരു സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തുന്നു. പിറ്റേന്ന് കർണാടകയിൽ പ്രഭാഷണമാണ്. ഒരു പ്രഭാഷണം കഴിഞ്ഞ് അടുത്ത പ്രഭാഷണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതിൻ്റെ ഇടയിൽ ഇതൊന്നുമില്ലാത്ത ശാന്തമായൊരു ലോകത്തിലേക്ക് മസ്ഊദ് സഖാഫി, ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ, സുന്ദരനായ ഒരു യുവാവ്, സുന്ദരനായ നല്ല സുന്ദരമായ ശ്രവണസുന്ദരമായ ഭാഷയിൽ ആരുടെയും മനം കവരുന്ന രീതിയിലുള്ള പ്രഭാഷണം നടത്തി സമൂഹത്തിനെ സജ്ജരാക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാവരോടും സലാം പറഞ്ഞ് മറ്റൊരു ലോകത്തേക്ക് യാത്രയായെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ഓരോരുത്തരുടെയും അന്ത്യം ഇന്നതാണ്. ഒരു വഖത്ത് നിസ്കാരം പോലും ഖളാ ആകാതെയുള്ള മരണം മസ്ഊദ് സഖാഫിക്ക് ലഭിച്ചതുപോലെ നമുക്കും ലഭിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമളാൻ എല്ലാ നിലയ്ക്കും നമുക്ക് അനുകൂലമാക്കി, സന്തോഷമാക്കി, ആരാധനകൾ കൊണ്ട് നിറയ്ക്കുവാനും പാപങ്ങൾ പൊറുക്കുവാനുമുള്ള, റബ്ബിനോട് വേണ്ടതൊക്കെ ചോദിച്ചു വാങ്ങുവാനുമുള്ള നല്ലൊരു അവസരമായി റമളാനിനെ കണ്ട് നാം എല്ലാവരും ബഹുമാനത്തോടെ ആദരവോടെ റമളാനെ സ്വാഗതം ചെയ്ത് നോമ്പനുഷ്ഠിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.